AI ക്യാമറകൾ കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് നോട്ടീസ് അയക്കാൻ നിയോഗിച്ച കരാർ ജീവനക്കാരെ കെൽട്രോൺ പിൻവലിച്ചു. കരാർ പ്രകാരമുള്ള തുക സർക്കാരിൽ നിന്ന് ലഭിക്കാത്തതിനെ തുടർന്നാണ് നടപടി. 3 മാസത്തെ കുടിശ്ശികയായി 11 കോടി രൂപയാണ് സർക്കാർ കെൽട്രോണിന് നൽകാനുള്ളത്. വിഷയം ധനമന്ത്രിയുമായി സംസാരിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രതികരിച്ചു. വരുന്നുണ്ട്, പണം കെൽട്രോണിന് കൈമാറുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി. അതെന്താണെന്നുള്ള കാര്യം ഞങ്ങൾ ഫൈനാൻസ് സെക്രട്ടറിയുമായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചതിന് ശേഷം അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. കാരണം കെൽട്രോണിന് കൊടുക്കേണ്ടതാണല്ലോ പൈസ. നമ്മൾ ഫൈൻ അടിച്ചു, നമ്മുടെ ഖജനാവിൽ വന്നു. ആ ഖജനാവിൽ ഒരു റോളിംഗ് നടക്കുകയാണ്. അത് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം ഒരു ചുമതലയല്ലല്ലോ. അല്ല, അതൊന്നും നശിച്ചു പോയൊന്നുമില്ല. പൊതുമുതൽ ചെലവഴിച്ച് ഒരു സ്ഥാപനം ഉണ്ടാക്കുക, അത് ദിവസങ്ങൾക്ക് ശേഷം നശിപ്പിച്ച് കളയുക, അതിന് ഒരു കാരണവശാലും അനുവാദം കൊടുക്കില്ല. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. ശ്യാം, കൊട്ടിഘോഷിച്ച് വന്നതാണ് ഈ AI ക്യാമറകൾ. ഒരു തരത്തിലുള്ള നിയമലംഘനവും ഇനി ഈ സംസ്ഥാനത്ത് ട്രാഫിക്കിന്റെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായിരുന്നു AI ക്യാമറകൾ സ്ഥാപിക്കപ്പെട്ടത്. പക്ഷേ ഇന്ന് നമ്മൾ അറിയുന്നത് പലയിടത്തും AI ക്യാമറകൾ പ്രവർത്തനരഹിതമാണ്. മാത്രമല്ല, ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് ഇതിലെ തുക പിരിച്ചെടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഏജൻസികൾ അതിലെ കരാറുകാരെ കെൽട്രോൺ പിൻവലിച്ചിരിക്കുന്നു, സർക്കാർ പണം കൈമാറാത്തതിനെ തുടർന്ന് എന്നതാണ്. AI ക്യാമറകൾ നിശ്ചലമാകാൻ പോകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കെൽട്രോൺ ഈ നടപടി സ്വീകരിക്കാനിടയായ സാഹചര്യം എന്താണ്? സർക്കാർ ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ടോ, നടത്തുമോ? ഗോപികൃഷ്ണൻ, തീർച്ചയായിട്ടും AI ക്യാമറയുടെ വിഷയത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് AI ക്യാമറയിലെ നിയമലംഘനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ പക്ഷേ കൺട്രോൾ റൂമിലുള്ളത് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ മാത്രമാണ്. ഈ നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയും അത് ചെല്ലാൻ തയ്യാറാക്കുകയും ഈ ചെല്ലാനായി അയക്കുകയും ഒക്കെ ചെയ്യാനാണ് കരാർ ജീവനക്കാരെ കെൽട്രോൺ പ്രത്യേക പരിശീലനം നൽകി ഓരോ കൺട്രോൾ റൂമുകളിലും നിയോഗിച്ചിരുന്നത്. ഇത്തരത്തിൽ 3 മുതൽ 5 വരെ ജീവനക്കാരാണ് ഓരോ ജില്ലകളിലും ഉണ്ടായിരുന്നത്. അവരെയാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നത്. ഇതോടുകൂടി കഴിഞ്ഞ 3 ദിവസങ്ങളായി നിയമലംഘനവുമായി ബന്ധപ്പെട്ടുള്ള റെക്കോർഡിങ്ങുകൾ നടക്കുന്നുണ്ടെങ്കിലും ഒരാൾക്ക് പോലും നിയമലംഘനത്തിന് ചെല്ലാനുകൾ ചെല്ലാത്ത അവസ്ഥയാണുള്ളത്. അതിനി അയക്കാനും സാധിക്കില്ല. ഇന്നും പല RT ഓഫീസുകളിലെയും കൺട്രോൾ റൂമുകളിൽ ജീവനക്കാർ എത്തിയിട്ടില്ല എന്നുള്ളത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം കഴിഞ്ഞ സർക്കാരുമായിട്ടുള്ള ഇടപെടൽ പ്രകാരം 3 മാസം കൂടുമ്പോൾ 11 കോടി രൂപ വീതമാണ് കെൽട്രോണിന് നൽകേണ്ടത്. കെൽട്രോണാണ് ക്യാമറകൾ സ്ഥാപിക്കുകയും അതിന്റെ പരിപാലന ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യുന്നത്. ആ പണം നൽകുന്നില്ല, ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് കാട്ടി കെൽട്രോൺ കത്ത് നൽകിയിരുന്നു. അതിന് മറുപടി ഉണ്ടായില്ല. പൊതുമേഖലാ സ്ഥാപനമാണ് കെൽട്രോൺ. പക്ഷേ പണം നൽകാതെ ജീവനക്കാർ എത്തില്ല എന്ന നിലയിൽ എത്തിയപ്പോഴാണ് ജീവനക്കാരെ പിൻവലിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ മന്ത്രി പറഞ്ഞത് അത് പരിഹരിക്കും, സാങ്കേതിക പ്രശ്നമാണ് എന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാനത്തിന്റെ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ആ തുക കെൽട്രോണിന് കൊടുക്കാൻ സാധിക്കാത്തത് എന്നുള്ളതാണ് അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം. ഏതായാലും നിലവിൽ AI ക്യാമറകളുടെ മുന്നിലൂടെ നടക്കുന്ന നിയമലംഘനങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുമെങ്കിലും ആ നിയമലംഘകർക്ക് നോട്ടീസ് ലഭിക്കാത്ത ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ AI ക്യാമറകൾ മുന്നോട്ട് പോകുന്നത്. ശരി, AI ക്യാമറകളിൽ റെക്കോർഡിംഗ് നടക്കുന്നുണ്ടെങ്കിലും അതനുസരിച്ച് പിഴ ഈടാക്കാൻ വേണ്ടിയുള്ള നോട്ടീസ് അയക്കാനുള്ള കരാർ ജീവനക്കാരെ കെൽട്രോൺ പിൻവലിച്ചിരിക്കുകയാണ്. സർക്കാർ നൽകാനുള്ള കുടിശ്ശിക നൽകാത്തതിനെ തുടർന്നാണ് കെൽട്രോൺ ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഈ നടപടി ഇനി നിന്ന് പിന്നാക്കം പോകണമെങ്കിൽ സർക്കാർ ആ കുടിശ്ശിക കൊടുത്തു തീർക്കണം. അതിലേക്കുള്ള ശ്രമങ്ങൾ കെൽട്രോൺ നടത്തുന്നുണ്ട്. ധനമന്ത്രിയുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കെൽട്രോൺ തീരുമാനിച്ചിട്ടുണ്ട്. ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.